Welcome back. Next, we will discuss changing Cartesian integrals into polar integrals. നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനെ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. എന്താണ് x equal to r cos theta, y equal to r sin theta. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനെ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഡബിൾ ഇന്റഗ്രൽ ഓവർ r f of xy dx dy എന്നുള്ളത് പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റി കഴിയുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ ഓവർ g f of r cos theta, r sin theta, r dr d theta എന്നാവും. Where g denotes the same region of integration described in polar coordinates. ഒന്ന് മാത്രമാണ് g എന്ന് പറഞ്ഞിരിക്കുന്നത്. റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ മാറുന്നില്ല, അതിനെ എഴുതിയിരിക്കുന്നത് മാത്രം മാറ്റം ഉണ്ടാകും. Okay, x equal to r cos theta, y equal to r sin theta, dx dy എന്നുള്ളത് r dr d theta എന്നാകും. Okay. Then ഒരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. Evaluate double integral over r e raised to x square plus y square dx dy, where r is the semicircular region bounded by the x-axis and the curve y equal to root of 1 minus x square. Okay, അപ്പോൾ റീജിയൻ എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അതുപോലെ ആ ഒരു കർവും അല്ലെങ്കിൽ y ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന കർവും എക്സ് ആക്സിസും തമ്മിൽ ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ആണ്. അപ്പൊ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ തന്നെ നമുക്ക് ഈ ഒരു റീജിയൻ സ്കെച്ച് ചെയ്യാം. അപ്പൊ y ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ, അതായത് y സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ ഓർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. ഈ ഒരു സർക്കിളിന്റെ y ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ, അതായത് y പോസിറ്റീവ് ആകുന്ന ഭാഗം മാത്രമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സെമി സർക്കുലർ റീജിയൻ ആണ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് the bounded by the x-axis and the curve y equal to root of 1 minus x square. ഈ ഒരു x-axisഉം ഈ ഒരു സെമി സർക്കുലർ റീജിയനും ബൗണ്ട് ചെയ്യുന്ന ഏരിയ ഈ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇതിനെ കാർട്ടീഷ്യൻ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഡബിൾ ഇന്റഗ്രൽ ഓവർ g e raised to x square plus y square എന്താകും? What is x square plus y square? x square plus y square എന്ന് പറയുമ്പോൾ r square cos square theta plus r square sin square theta എന്ന് കിട്ടും. That is equal to r square because cos square plus sin square theta equal to 1 ആണ്. So this is equal to r square. അപ്പോൾ e raised to x square plus y square എന്നുള്ളത് e raised to r square എന്നാകും. r dr d theta. Then r ന്റെ ലിമിറ്റ് കാണാം. r ന്റെ ലിമിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറിജിനിൽ നിന്ന് ഒരു റേ എടുക്കുന്നു. ഈ ഒരു പർപ്പിൾ കളറിൽ കൊടുത്തിരിക്കുന്നത് ഒരു പിങ്ക് പർപ്പിൾ അതൊരു കളർ, അതാണ് റേ. അത് എൻറ്റർ ചെയ്യുന്നത് r ഈക്വൽ ടു 0യിലൂടെയാണ്. ലീവ് ചെയ്യുന്നത് എവിടെയാണ്? ഈ സെമി സർക്കിളിലൂടെയാണ് ലീവ് ചെയ്യുന്നത്. ഈ സെമി സർക്കിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സർക്കിൾ എന്ന് പറയുന്നത് സർക്കിളിന്റെ ഒരു ഭാഗമാണ് സെമി സർക്കിൾ. അത് ഏതാണ് സർക്കിൾ? x square plus y square equal to 1. That is r square equal to 1. r equal to 1. Okay, r equal to 1 എന്ന സർക്കിളിലൂടെയാണ് അത് ലീവ് ചെയ്യുന്നത്. സോ r വേരി ചെയ്യുന്നത് 0 to 1 ആണ്. ദെൻ ഈ സെമി സർക്കിളിനെ കംപ്ലീറ്റ് കവർ ചെയ്യണം, ഈ സെമി സർക്കുലർ റീജിയനെ കംപ്ലീറ്റ് കവർ ചെയ്യണമെങ്കിൽ തീറ്റ എവിടെ തൊട്ട് എവിടെ വരെ ആകണം? ഈ റേ തീറ്റ ഈക്വൽ ടു 0 എന്ന റേ, അതായത് ഈ റേ ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ തൊട്ട് അത് ഇവിടെ വരെ വേരി ചെയ്യണം, അതായത് തീറ്റ 0 തൊട്ട് പൈ വരെ വേരി ചെയ്യണം. 0 to പൈ വേരി ചെയ്യാം. ഓക്കെ, നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ഓവർ r e raised to x square plus y square dx dy എന്നുള്ളതിനെ ഇന്റഗ്രൽ 0 to പൈ ഇന്റഗ്രൽ 0 to 1 e raised to r square r dr d theta എന്ന് നമുക്ക് മാറ്റി എഴുതാം. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് π/2 into e minus 1 എന്നായിരിക്കും. ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാണെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ r e raised to x square plus y square dx dy എന്നുള്ളത് ഇന്റഗ്രൽ root of 1 minus
റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് ഒരു ലിമിറ്റ് ആയിട്ട് വരും. അതുപോലെ ഇ റേസ് ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അതിനകത്ത്. അപ്പൊ അതിനേക്കാളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലേക്ക് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, another question. Evaluate the integral 0 to 1 integral 0 to root of 1 minus x square plus y square dy dx. ഇതിന്റെ വൈയുടെ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് 0 to root of 1 minus x square ആണ്. അപ്പൊ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ x square y into y cube by 3. then അതിന് ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ yക്ക് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 എന്നൊക്കെ വന്നിട്ട് കുറച്ച് വലിയ ഇന്റഗ്രൽ ആയിട്ടാണ് വരുന്നത്. പക്ഷെ നമുക്ക് കാർട്ടീഷ്യൻ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്മൾ റീജിയൻ സ്കെച്ച് ചെയ്യുക. ഫിഗറിലേക്ക് നോക്കുന്നതിന് മുമ്പേ നമുക്ക് റീജിയൻ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത് എന്നുള്ളത് നോക്കുക. ഇവിടെ y വേരി ചെയ്യുന്നത് 0 തൊട്ട് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ വരെയാണ് വേരി ചെയ്യുന്നത്. അതുപോലെ എക്സ് വേരി ചെയ്യുന്നത് 0 to 1 ആണ്. ഓക്കെ, y വേരി ചെയ്യുന്നത് 0 to റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇപ്പൊ മുമ്പ് നമ്മൾ പറഞ്ഞത് മാതിരി തന്നെ y ഈക്വൽ ടു 0 then y ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ, അതായത് y സ്ക്വയർ equal to 1 minus x square or y square plus x square equal to 1. x square plus y square equal to 1. അതായത് നമ്മുടെ സർക്കിളിന്റെ യൂണിറ്റ് സർക്കിളിന്റെ ഒരു ഭാഗമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ y ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ, വൈയുടെ വാല്യൂ പോസിറ്റീവ് ആണ്. അപ്പൊ ഫസ്റ്റ് അല്ലെങ്കിൽ അപ്പർ ഹാഫ് പ്ലെയിനിൽ മാത്രമാണ് ഇത് നിൽക്കുന്നത്. ഇപ്പോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന സർക്കിളിന്റെ y പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗം മാത്രം. ദെൻ അടുത്തത് നോക്കുക, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അതായത് എക്സ് വേരി ചെയ്യുന്നത് 0 to 1 ആണ്. അപ്പൊ എക്സ് ഈ ഇവിടെ തൊട്ട് ഇവിടെ വരെ മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. അത് രണ്ടും കൂടി വെച്ച് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഒരു ക്വാർട്ടർ സർക്കിൾ ആണ് നമുക്ക് കിട്ടുക. അതേസമയം എക്സ് -1 to 1 ആണ് വേരി ചെയ്തിരുന്നത് എങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ വേരി ചെയ്യുമായിരുന്നു. അപ്പൊ നമുക്ക് സെമി സർക്കിൾ കിട്ടുമായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ തന്നെ ഇവിടെ റൂട്ട് ഓഫ് minus root of 1 minus x square less than or equal to y less than or equal to root of 1 minus x square 0 less than or equal to x less than or equal to 1. ഇങ്ങനെയായിരുന്നു നമ്മളുടെ റീജിയൻ എങ്കിൽ ഹാഫ് പ്ലെയിനിലുള്ള സെമി സർക്കിൾ, അതായത് റൈറ്റ് ഹാഫ് പ്ലെയിനിലുള്ള സെമി സർക്കിൾ കിട്ടുമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 0 less than or equal to y less than or equal to root of 1 minus x square. അപ്പൊ അങ്ങനെ പറയുമ്പോൾ സർക്കിളിന്റെ y പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗം മാത്രം, അതായത് എക്സ് ആക്സിസിന്റെ മുകളിൽ വരുന്ന ഭാഗം മാത്രം. ദെൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കൂടി വന്നപ്പോഴത്തേക്കും അത് ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി. അപ്പൊ ഇതാണ് നമ്മളുടെ റീജിയൻ. ഇപ്പൊ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മളുടെ റീജിയൻ. ഓക്കെ, ദെൻ ഈ ഒരു ഇന്റഗ്രൽ എഴുതണം. ഇന്റഗ്രൽ എഴുതാൻ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒറിജിനിൽ നിന്നുള്ള ഒരു റേ കൺസിഡർ ചെയ്യുന്നു. ആ റേ എൻട്രി ചെയ്യുന്ന ഈ റീജിയനിലേക്ക് എൻട്രി ചെയ്യുന്നത് r ഈക്വൽ ടു 0യിലൂടെയാണ്, ലീവ് ചെയ്യുന്നത് r ഈക്വൽ ടു 1 എന്ന കർവിലൂടെയാണ് ലീവ് ചെയ്യുന്നത്. സോ ഗിവൺ ഇന്റഗ്രൽ അതെന്തായി മാറും? ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to root of 1 minus x square x square plus y square dy dx. ഈ x square plus y square എന്നുള്ളത് എന്തായി മാറും? r square cos square theta plus r square sin square theta, അതായത് r square into r dr d theta. x dy dx എന്നുള്ളത് അല്ലെങ്കിൽ dx dy എന്ന് പറയുന്നത് r dr d theta മാറുന്നത്. ദെൻ r വേരി ചെയ്യുന്നത് 0 to 1 ആണ്. ദെൻ ഈ ഒരു കംപ്ലീറ്റ് റീജിയൻ കവർ ചെയ്യുന്നതിന് തീറ്റ ഈക്വൽ ടു 0 തൊട്ട് തീറ്റ ഈക്വൽ ടു π/2 വരെ വേരി ചെയ്യണം. സോ നമുക്ക് കിട്ടുന്നത് ഇന്റഗ്രൽ 0 to π/2
integral 0 to 1 r cube dr d theta. അത് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് കിട്ടുക pi by 8 എന്ന ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, then next question, find the volume of the solid region bounded above by the paraboloid z equal to 9 minus x square minus y square and below by the unit circle in the xy plane. Paraboloid z equal to 9 minus x square minus y square and below by the unit circle in the xy plane. അപ്പോൾ ഇവിടെ നമ്മളുടെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് xy പ്ലെയിനിലുള്ള റീജിയൻ ആണ്. xy പ്ലെയിനിൽ ഇത് എവിടെയാണ് ബൗണ്ട് ചെയ്യുന്നത് അതാണ് നമ്മളുടെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. സോ r എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിൾ ആയിരിക്കും. ഓക്കെ, യൂണിറ്റ് സർക്കിൾ ആകുമ്പോൾ r ഈക്വൽ ടു 1 എന്ന ഇക്വേഷൻ, തീറ്റ എവിടെ തൊട്ട് എവിടെ വേരി ചെയ്യണം? ഈ സർക്കിൾ കംപ്ലീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ തീറ്റ വേരി ചെയ്യുന്നത് 0 to pi ആയിരിക്കും. ഓക്കെ, നമുക്ക് റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ പറയാൻ ഒന്നുമില്ല, ഒരു യൂണിറ്റ് സർക്കിൾ. ഇതാണ് നമ്മുടെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ. എക്സൈ പ്ലെയിനും കൂടി വരയ്ക്കാം. ഇതാണ് റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ ആയിട്ട് വരുന്നത്. വേറൊന്നും അതിനകത്ത് നോക്കാനില്ല. സോ നമ്മൾ ഇതൊക്കെ എടുത്തു കഴിയുമ്പോൾ r ഈക്വൽ ടു 0 എൻ്റർ ചെയ്യും, r ഈക്വൽ ടു 1 ലീവ് ചെയ്യും. ദെൻ തീറ്റ വേരി ചെയ്യേണ്ടത് 0 തൊട്ട് ടു പൈ വരെ ആയിരിക്കും തീറ്റ വേരി ചെയ്യേണ്ടത്. ഇവിടെ പൈ അല്ല, 2π. പൈ വരെ വരുമ്പോഴത്തേക്കും സെമി സർക്കിൾ മാത്രമേ കിട്ടുള്ളൂ. 2π വരെ വരുമ്പോഴാണ് കംപ്ലീറ്റ് സർക്കിൾ കിട്ടുന്നത്. ഓക്കെ, സോ ഇത് വോളിയം നമുക്ക് എങ്ങനെ എഴുതാം? വോളിയം ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ r z 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ dy dx എന്ന് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ എഴുതും. പോളാർ കോർഡിനേറ്റ്സിലാകുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആറോ ജിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. r 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ളത് പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റി കഴിയുമ്പോൾ 9 മൈനസ് ആർ സ്ക്വയർ എന്ന് കിട്ടും. 9 മൈനസ് ആർ സ്ക്വയർ r dr d തീറ്റ. ഇതിന്റെ ലിമിറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ r വേരി ചെയ്യുന്നത് 0 to 1 ആണ്, തീറ്റ വേരി ചെയ്യുന്നത് 0 to 2π ആണ്. ഫുൾ സർക്കിൾ വരാൻ 0 to 2π വേരി ചെയ്യണം. 9 മൈനസ് ആർ സ്ക്വയർ ഇൻറ്റു r dr d തീറ്റ, അതായത് 9r മൈനസ് ആർ ക്യൂബ് ഇൻറ്റു dr d തീറ്റ. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വോളിയം കിട്ടും. വോളിയം 17π ഡിവൈഡഡ് ബൈ 2 എന്നാണ് ആൻസർ കിട്ടുക. ചെയ്തു നോക്കാം. Then another question, using polar integration find the area of the region r in the xy plane enclosed by the circle x square plus y square equal to 4 above by the line y equal to root 3x. Sorry, above by the line question തെറ്റിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. Above by the line y equal to 1 and below by the line y equal to root 3x. ഇത് നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. ഞാനൊരു ഹിന്റ് തരാം. വേണ്ടത് നമുക്ക് ആദ്യം വേണ്ടത് സർക്കിൾ ആണ്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന സർക്കിൾ, അതായത് 4 റേഡിയസ് ആയിട്ട് വരുന്ന സർക്കിൾ.
ഇങ്ങനെയൊരു സർക്കിൾ. Then above by the line y equal to 1. y equal to 1 എന്ന ലൈൻ അതേതാണ്? ഇത് ഇവിടെ y വരിക, റേഡിയസ് 2 ആണ്, റേഡിയസ് 4 അല്ല വരിക, x² + y² = 2² ആണ്. അപ്പൊ റേഡിയസ് 2 ആണ് വരുന്നത്. സോ ഇത് 2 ആണ് വരിക. അപ്പൊ അതിന്റെ ഹാഫ് ഈ ഒരു ലൈൻ. Then y equal to √3x. y equal to √3x എന്ന ലൈൻ ഏത് ലൈനിലൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്? y equal to 0,0 പാസ് ചെയ്യും തീർച്ചയായിട്ടും. Then x equal to 1 ആകുമ്പോൾ y equal to √3. അപ്പൊ 1√3 എന്ന ലൈനിലൂടെ പാസ് ചെയ്യും. 1√3. √3 is greater than 1. സോ ഈ ഒരു ലൈൻ ഇതായിരിക്കും. സോ ഇതായിരിക്കും വരുന്നത്. ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു റീജിയൻ വരും. ആ റീജിയനിലൂടെയാണ് പാസ് ചെയ്യേണ്ടത്. ഈ ഒരു സ്മോൾ റീജിയൻ, ആ റീജിയൻ ആണ് നമ്മളുടെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഒറിജിനിൽ നിന്നുള്ള ഒരു റേ കൺസിഡർ ചെയ്യാം. ആ റേ ഈ ഒരു റീജിയനിൽ എൻറ്റർ ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കുക, ലീവ് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കുക. എൻറ്റർ ചെയ്യുന്നത് ഏത് ലൈനിലൂടെയാണെന്നുള്ളതും ലീവ് ചെയ്യുന്നത് ഏത് ലൈനിലൂടെയാണെന്നുള്ളതും ഏത് കർവിലൂടെ ആണ് എന്നുള്ളത് നോക്കുക. ആ ഒരു റീജിയൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണമെങ്കിൽ തീറ്റ ഇവിടെ തൊട്ട് ഇവിടെ വരെ വേരി ചെയ്യണം എന്നുള്ളത് നോക്കുക. എന്നിട്ട് ചെയ്യാം. ഓക്കെ.